ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒരു വ്യക്തിക്ക് വേണ്ടി സ്വർഗം തുറന്ന ഒരു വലിയ അത്ഭുതത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഇവിടെ സംസാരിക്കുന്നത്. ഈശോ പറഞ്ഞു, ഒരു നാണയത്തുട്ടിന് 2 കുരുവികൾ വിൽക്കപ്പെടുന്നില്ലേ? നിങ്ങളുടെ പിതാവിൻ്റെ അറിവ് കൂടാതെ അവയിലൊന്നുപോലും നിലം പതിക്കുന്നില്ല. നിങ്ങൾ ഓരോരുത്തരും അനേകം കുരുവികളെക്കാൾ വിലയുള്ളവരാണ്. അതായത് പാവപ്പെട്ട ഒരു മകൻ്റെ ഒരു സാക്ഷിയാണ്. ഈ മകൻ ഒരു കത്തോലിക്ക വിശ്വാസിയായിരുന്നു. ജീവിതത്തിൽ എന്തോ സാഹചര്യത്തിൽ ഈ മകന് പെന്തക്കോസ്ത് ഗ്രൂപ്പിലൊക്കെ പോകേണ്ടി വന്നു. അങ്ങനെ പെന്തക്കോസ്ത് വിശ്വാസത്തിൽ പരിശുദ്ധ അമ്മയെ തള്ളിപ്പറയുകയും സഭയുടെ പല പല പ്രാർത്ഥനകളെയും അതെല്ലാം നിരാകരിച്ചുകൊണ്ട് ഒരു വ്യക്തി അത് നമ്മുടെ കൂടെ ശുശ്രൂഷ ചെയ്യുന്ന ഒരു വ്യക്തിയുടെ കൂടെ വന്നതാണ്, അവരെ കൂട്ടിക്കൊണ്ട് വന്നതാണ്. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയിൽ ഈ വ്യക്തി ജപമാല, ജെറീക്കോ പ്രയർ ഉണ്ടായിരുന്നു, ആ ജപമാല ഉണ്ടായിരുന്നു, മുട്ടിൽമേൽ നിന്നുകൊണ്ടുള്ള ജപമാല ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിലൊക്കെ ഈ വ്യക്തിക്ക് പങ്കെടുക്കേണ്ടി വന്നു. അങ്ങനെ ഈ വ്യക്തി അന്നേ രാത്രി കഴിഞ്ഞു. പിറ്റേന്ന് ഒരു രാവിലെ ഒരു 3 മണി സമയമാകുമ്പോഴത്തേക്കും നമ്മുടെ അടുത്ത് വന്നിട്ട് അത് പുള്ളിക്ക് ബോഡിയിൽ ഡബിളിങ് ഫീൽ ചെയ്യുന്നെന്ന് പറഞ്ഞു. അതായത് പലതരം അസ്വസ്ഥത ആ വ്യക്തി ഓപ്പണായിട്ട് പറയണം, ആ വ്യക്തിക്ക് നല്ല അസ്വസ്ഥത ഉണ്ട്, ഇങ്ങനെ ഡബിളിങ് ഫീൽ ചെയ്യുന്നു. അപ്പോൾ ഈ വ്യക്തി ഇതിനു മുമ്പ് സഭയെക്കുറിച്ചും പരിശുദ്ധ അമ്മയെക്കുറിച്ചും മറ്റുള്ളവരോടൊക്കെ തർക്കിച്ചിരിക്കുന്നതായിട്ട് ഞാൻ അറിഞ്ഞു, പിന്നീടാണ് അറിഞ്ഞത്. അപ്പം സംഭവം ഇവിടെ ഒരു മിറാക്കിൾ എന്ന് പറയുമ്പോഴത്തേക്കും അന്ന് രാവിലെ അവിടെ നിന്ന് പോകാനിരുന്നവർ ആ മെയിൻ, അതായത് ശുശ്രൂഷ ഡെലിവറൻസ് ചെയ്യാനിരുന്ന വ്യക്തിയുടെ ഗ്രൂപ്പിലെ ഒരു വ്യക്തിയുടെ ചെരുപ്പ് ഒരു പട്ടി കടിച്ചിട്ട് പോയി. പിന്നെ അത് ഉച്ചയോടാക്കിയിട്ട് പിന്നെ അത് കഴുകി ഉണക്കി അങ്ങനെ നമ്മളവിടെ നിൽക്കേണ്ടി വന്നു. പക്ഷെ പിന്നീടാണ് നമുക്ക് മനസ്സിലായത് അത് പരിശുദ്ധ അമ്മ ആ മകന് വേണ്ടി അങ്ങനെ ചെയ്യിപ്പിച്ചതായിരുന്നു. വല്ലാത്തൊരു അത്ഭുതമായിപ്പോൾ. കാരണം അന്ന് ഒരിക്കലും ഞങ്ങളവിടെ നിൽക്കാൻ സാധ്യതയില്ലായിരുന്നു. പരിശുദ്ധ അമ്മ ആ മകന് വേണ്ടി അതവിടെ ചെയ്തു. പക്ഷെ നല്ലൊരു മകനായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ പള്ളിയിലിരുന്ന് ഈ മകനായിട്ട് കുറച്ച് നേരം പ്രാർത്ഥിച്ചിട്ട് പേഴ്സണലി വചനം എടുത്തപ്പം പരിശുദ്ധാത്മാവ് തന്ന വചനം മത്തായി 15:14, അവർ അന്ധരെ നയിക്കുന്ന അന്ധരാണ്, അന്ധനെ നയിച്ചാൽ ഇരുവരും കുഴിയിൽ വീഴും. അപ്പോഴേ ആ സമയത്ത് നമുക്കറിയില്ല ഈ വ്യക്തി പെന്തക്കോസ്ത് ആണെന്നോ ഒന്നും നമുക്കറിയില്ല. പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ഇങ്ങനെ വചനം കിട്ടി. പിന്നെ കുറച്ച് നേരം പ്രാർത്ഥിക്കുമ്പോൾ ഈ വ്യക്തി അൺകോൺഷ്യസിലോട്ട് പോകുന്നതായിട്ട് ഫീൽ ചെയ്തു. അങ്ങനെ ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഒരുപാട് വചനം ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വചനം ഓരോന്നായിട്ട് ഈ വ്യക്തിക്ക് വേണ്ടി ഇങ്ങനെ വ്യക്തി നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ അധികാരം ഉപയോഗിച്ച് സഭയുടെ കീഴിൽ നിന്നുകൊണ്ട് ഇങ്ങനെ വചനം പറയുന്നു. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഈ 33:15 എന്ന് പറയുന്നു. ആ വ്യക്തി വചനം മുഴുവനും പറയുന്നില്ല, നമ്മൾ 33:15 എന്ന് മാത്രമേ ഉച്ചരിക്കുന്നുള്ളൂ. ആ വ്യക്തി നിലത്തങ്ങ് തിറച്ച് വീഴുകയാണ്. അങ്ങനെ അതൊരു അരമണിക്കൂറോളം എടുത്തു. ഈ വ്യക്തി എങ്ങനെ ഇത് സ്പിരിറ്റ് കയറിയെന്ന് വെച്ചാൽ അത് പാസ്റ്ററിൻ്റെ കൈവപ്പിലൂടെയാണ് കയറിയത്. എല്ലാം വെളിപ്പെടുത്തുന്നുണ്ട്. അതിനിടയ്ക്ക് ഈ വ്യക്തി ഒരു കൈ കൊണ്ട് അവിടെ സ്കൂളിൻ്റെ ഒരു സൈഡിലാണ് കൊണ്ടുപോയത്. അങ്ങനെ ഈ ഡെസ്കിനെ ഇങ്ങനെ വലിച്ചെറിയാണ്. ഈ വലിച്ചെറിഞ്ഞ പക്ഷം തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഈ വ്യക്തിയുടെ കൈ ഇങ്ങനെ കെട്ടപ്പെട്ട് ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട്, കെട്ടപ്പെട്ട് ഇങ്ങനെ കിടക്കുന്നു. അപ്പോൾ എന്ത് ചോദിച്ചാൽ മിഖാൽ മാലാഖ കൈ കെട്ടിയെന്നാണ് പറയുന്നത്. അപ്പം എന്തുമാത്രം വ്യക്തമെന്ന്, ഒരു വ്യക്തിക്ക് ഡെലിവറൻസ് കൊടുക്കുമ്പോൾ സ്വർഗം മുഴുവൻ ഇറങ്ങി വരികയാണ്. ഹോളി വാട്ടർ കുടിക്കാൻ കൊടുക്കുമ്പം അത് തുപ്പുക, അത് രക്തം എന്ന് പറഞ്ഞിട്ട് തുപ്പുകയാണെന്നേ. അതായത് എൻ്റെ ഒരു വ്യക്തിപരമായ അനുഭവത്തിൽ പറയും, ഇതുപോലെ ഈ ഒരുപാട് തിന്മകൾ ബന്ധനങ്ങളുള്ളവർ ഏറ്റവും കൂടുതൽ ചൊല്ലേണ്ട കുരിശിൻ്റെ വഴിയാണ്. കാരണം ഈ കുരിശിൻ്റെ വഴിയുടെ പവറിലായി വ്യക്തിയിൽ ഇത്രയും ഡെലിവറൻസ് ഞാൻ കണ്ടത്. അങ്ങനെ അത് കഴിഞ്ഞു. ആ വ്യക്തി പിറ്റേന്ന് നെക്സ്റ്റ് ഡേ ഞാൻ കാണുന്നു. അപ്പോൾ ദേവാലയം, അപ്പോൾ വ്യക്തി പറയുന്നത് വ്യക്തിക്ക് ബലിപീഠവും ദേവാലയവും കാണുമ്പോൾ ഒരു സ്വർഗീയ അനുഭവം ഫീൽ ചെയ്യുന്നതാണ്. അതുവരെ ഉണ്ടായിരുന്ന ഒരു അന്ധത ആ വ്യക്തിക്ക് മാറിക്കിട്ടി. മനസ്സിലാവുന്നുണ്ടോ? അത് നെഗറ്റീവ് തോട്ട്സ് വരുന്നില്ല. പരിശുദ്ധ അമ്മയെക്കുറിച്ച് നെഗറ്റീവ് ചിന്ത വരുന്നില്ല. സഭ തെറ്റാണെന്നുള്ള ചിന്ത വരുന്നില്ല. അത് ഒരു സ്വയം വരുന്ന കാര്യമല്ല. ഈ വ്യക്തിയിൽ ബന്ധിക്കപ്പെട്ട് കിടന്നപ്പോൾ ഈ ഉണ്ടായിരുന്ന തിന്മകളായിരുന്നത്. ഈ ബന്ധനം, ഈ പൈശാചിക അരൂപി വിട്ടുമാറിയപ്പോൾ ആ വ്യക്തി സ്വതന്ത്രനായി. അതാണ് ഈശോ പറയുന്നത്, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. അത് പെന്തക്കോസ്ത് പറയുന്ന രക്ഷിക്കപ്പെടുന്ന സത്യമല്ല. രക്ഷിക്കപ്പെട്ട വ്യക്തിക്കാണ് പിന്നീട് രക്ഷ കൊടുക്കേണ്ടി വന്നത്. നമുക്ക് ഈ പരിശുദ്ധാത്മാവിനെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളോട് എല്ലാവരോടും എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം ഇതാണ്. ഈ ഡെലിവറൻസ് നൽകുന്നത് വരെ ഇവനെ പ്രവർത്തിച്ച ആ ക്രിസ്തു ആരാണ്? ആ വിശ്വാസം എന്താണ്? അവൻ ക്രിസ്തു ആണല്ലോ പറയാം. അവനൊരു വിശ്വാസമുണ്ട്. അവൻ വിശ്വസിക്കുന്ന പരിശുദ്ധ അമ്മയിൽ നിന്നാണെങ്കിൽ അവൻ വിശ്വസിക്കുന്ന ഒരു ക്രിസ്തുവുണ്ട്. അപ്പോൾ ഈ ഡെലിവറൻസ് കൊടുത്തപ്പോഴത്തേക്കും അവൻ ആ ഒരു ക്രിസ്തുവിൽ നിന്ന്, ആ ഒരു ക്രിസ്തീയ വിശ്വാസത്തിൽ നിന്ന് മാറി പരിശുദ്ധ അമ്മയോട് ചേർന്നുള്ള ആ വിശ്വാസത്തിലോട്ടാണ് സത്യവിശ്വാസം. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, അതും ക്രിസ്തു ആണെങ്കിൽ എന്തുകൊണ്ടാണ് ഉൽപ്പത്തി 3:15 പറയുമ്പോൾ അത് ആ തിന്മ വിട്ടുപോകേണ്ട കാര്യം ഇരിക്കുന്നത്? അതൊരിക്കലും അത് പോകാൻ പാടില്ലല്ലോ. കാരണം 2 സ്ഥലത്തും ഒരേ ക്രിസ്തു ആണെങ്കിൽ പിന്നെ ഈശോ ആ വ്യക്തിക്ക് ഡെലിവറൻസ് കൊടുക്കേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടോ? അതുകൊണ്ടാണ് പ്രിയ സഹോദരങ്ങളെ പലപ്പോഴും പറയുന്നത്, ഒരുപാട് വേജ ആത്മാക്കളുണ്ട്, അതായത് വേജ ക്രിസ്തുമാർ ഒരുപാട് ഇന്നുണ്ട്. മത്തായി 24:5 പറയുന്നു, പലരും എൻ്റെ നാമത്തിൽ വന്ന് ഞാൻ ക്രിസ്തുവാണെന്ന് പറയുകയും അനേകരെ വഴിതെറ്റിക്കുകയും ചെയ്യും. അതിൽപ്പെട്ട ഒരു ക്രിസ്തുവിൻ്റെ ഒരു വിശ്വാസിയായിരുന്നു ആ മകനും. വേജ ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഉയർന്നു വരുന്ന മറ്റൊരു ക്രിസ്തുവിൻ്റെ. നമുക്കറിയാം മാർക്കോസ് 13 കാണുന്നുണ്ട്, ഞാനാണെന്ന് പറഞ്ഞ് പലരും എൻ്റെ നാമത്തിൽ വരും, അവർ അനേകരെ വഴിതെറ്റിക്കുമെന്നാണ് പറയുന്നത്. അനേകരെ, പക്ഷേ അവിടെയും ക്രിസ്തു തന്നെയാണ്. അതാണ് ഈശോ പറഞ്ഞത്, ഞാനാണെന്ന് പറഞ്ഞുകൊണ്ട് വരും. നമുക്കായിരിക്കുന്ന സഭ ഏക സഭയാണെന്ന് ക്രിസ്തു ഒന്നേ ഉള്ളെന്ന് നമുക്കറിയാം. അതാണ് വിശ്വാസ ജീവിതം. പക്ഷേ ഞാനാണെന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു വ്യക്തി വന്നിട്ട് ഞാനാണ് ക്രിസ്തു, ഇതാണ് ശരിയായ വഴിയെന്ന് പഠിപ്പിച്ചുകൊണ്ട് മറ്റൊരു വിശ്വാസം വരും.
അതാണ് 2 കൊരിന്തോസ് 11:4 മുതലുള്ള വചനം പറയുന്നു. എന്തെന്നാൽ ഞങ്ങൾ അതായത് പൗലോസ്ലീഹ എഴുതിയാണ്, എന്തെന്നാൽ ഞങ്ങൾ പ്രസംഗിച്ചതല്ലാത്ത മറ്റൊരു യേശുവിനെ, അതായത് സഭയിലായിരുന്ന യേശു ക്രിസ്തു, അതായത് പൗലോസ്ലീഹയ്ക്ക് പ്രത്യക്ഷനായ കർത്താവ് ഈശോ മിശിഹ അല്ലാതെ മറ്റൊരു യേശുവിനെ ആരെങ്കിലും വന്ന് പ്രസംഗിക്കുകയോ ഉണ്ടോ? അതായത് സത്യവിശ്വാസത്തിന് വിരുദ്ധമായി നിന്നുകൊണ്ട് ഇതാണ് യേശു എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന മറ്റൊരു യേശു. 2, നിങ്ങൾ സ്വീകരിച്ചതല്ലാത്ത മറ്റൊരു ആത്മാവിനെ നിങ്ങൾ സ്വീകരിക്കുക. കണ്ടോ, യേശു എന്ന നാമത്തിൽ വീണ്ടും ഒരു ആത്മാവോടെ വരുമെന്നാണ് പറയുന്നത്. വീണ്ടും പറയുകയാണെങ്കിൽ നിങ്ങൾ കൈക്കൊണ്ടതല്ലാത്ത മറ്റൊരു സുവിശേഷം, ക്രിസ്തു പഠിപ്പിച്ച 12 അപ്പോസ്തലന്മാരിലൂടെ ക്രിസ്തു സ്ഥാപിതമാക്കി ക്രിസ്തു പഠിപ്പിച്ച സുവിശേഷമല്ലാതെ മറ്റൊരു സുവിശേഷം വരുമെന്നാണ് പറയുന്നത്. എന്നിട്ട് പറയുന്നത്, നിങ്ങൾ സുവിശേഷം നിങ്ങൾ കൈക്കൊള്ളുകയോ ചെയ്താൽ നിങ്ങൾ അനായാസം അതിനെല്ലാം കീഴടങ്ങുകയായിരിക്കും ചെയ്യുന്നത്. അതുകൊണ്ട് 3 കാര്യങ്ങളാണ് വരുന്നത്. മറ്റൊരു ക്രിസ്തു വരുന്നു, മറ്റൊരു ആത്മാവ് വരുന്നു, മറ്റൊരു സുവിശേഷം വരുന്നു. എന്നാൽ ഇത് 3 യേശു നാമത്തിലാണ്, യേശുവിൻ്റെ ആത്മാവാണ്, സുവിശേഷം ക്രിസ്തു സുവിശേഷം പോലെ തന്നെ ഇരിക്കും. ഉണ്ടോ? അതാണ് ഇന്ന് നമ്മൾ ഈ കൊടുത്ത ഒരു ഡെലിവറൻസ് കണ്ടില്ലേ? ക്രിസ്തുവാണ്, യേശുവാണ്, സുവിശേഷം ബൈബിളാണ്, എന്നാൽ അത് മറ്റൊരു ആത്മാവായിരുന്നു. എന്നാൽ അത് ഡെലിവറൻസ് കൊടുത്തപ്പോൾ അത് പോകേണ്ടി വന്നതിന് സത്യവിശ്വാസത്തിൻ്റെ 12 അപ്പോസ്തലന്മാരുടെ കീഴിൽ, സഭയുടെ കീഴിൽ, പരിശുദ്ധ അമ്മയുടെ പരിശുദ്ധാത്മ അഭിഷേകത്തിൻ്റെ മാലാഹമാരുടെ സാന്നിധ്യത്തിൻ്റെ ഫ്രണ്ടിൽ നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഡെലിവറൻസ് ഉൽപ്പത്തി 3:15 പറഞ്ഞപ്പോൾ അത് പോകേണ്ടി വന്നത്. അതാണ് പൗലോസ്ലീഹ പറയുന്നത് വ്യാജ ക്രിസ്തു. ഞാൻ പറഞ്ഞില്ലേ, അതായത് ഈ മറ്റുള്ള ക്രിസ്തു, അതായത് മറ്റ് ക്രിസ്തുക്കൾക്ക് ഈ പരിശുദ്ധ അമ്മ, എന്തുകൊണ്ട് ഇവർക്ക് പരിശുദ്ധ അമ്മയോട് ഇത്ര വെറുപ്പ്? ഇവർ നെഗറ്റീവ്, അതായത് സത്യവിശ്വാസത്തിനെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കാൻ ഇവരെ പ്രേരിക്കുന്ന ഈ ദുഷ്ടാരൂപി എന്തുകൊണ്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്? കാരണം ഇത് പരിശുദ്ധ അമ്മയിൽ നിന്ന് രൂപങ്ങളിൽ പരിശുദ്ധ അമ്മ ജന്മം കൊടുത്ത ക്രിസ്തു അല്ലാഞ്ഞിട്ടാണ് ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നത്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അത് വ്യാജ ക്രിസ്തു ആണെന്ന്. അതായത് അവരിൽ പ്രവർത്തിക്കുന്നത് വെളിപാട് 12:9 കാണുന്ന ആ പിശാചിൻ്റെ ആത്മാവൻ. ഏതാണ് ആ പിശാച്? ആ വലിയ സർപ്പം, സർവ്വലോകത്തെയും വഞ്ചിക്കുന്ന സാത്താനെന്നും പിശാചെന്നും വിളിക്കപ്പെടുന്ന ആ പുരാതന സർപ്പം ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെട്ടു, അവനോടുകൂടി അവൻ്റെ ദൂതന്മാരും. വീണ്ടും പറയാണ്, താൻ ഭൂമിയിലേക്ക് എറിയപ്പെട്ടു എന്ന് കണ്ടപ്പോൾ ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീയെ അന്വേഷിച്ച് സർപ്പം പുറപ്പെട്ടു. അതുകൊണ്ടാണ് ഈ പരിശുദ്ധ അമ്മ. കാരണം അതിൽ നിന്ന് മനസ്സിലാക്കുക, എങ്ങനെയൊക്കെ ഒളിഞ്ഞു നിന്ന് ക്രിസ്തുവിൻ്റെ രൂപത്തിൽ വന്നാലും, ഈശോ എന്താ പറഞ്ഞ, ഫലത്തിൽ നിന്ന് നിങ്ങൾ വൃക്ഷത്തെ അറിയും. എങ്ങനെയൊക്കെ ഒളിഞ്ഞു നിന്ന് വന്നാലും ആ പ്രവൃത്തിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇതിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന അരൂപി ഏതാണെന്നുള്ളത്. ദാനിയേൽ പ്രവാചകൻ യുഗാന്തത്തെക്കുറിച്ച്, ഭാവിയെക്കുറിച്ച് പറയുന്നതാണ്. ഇങ്ങനെ ഇവൻ്റെ പിടിയിൽ അമരുന്ന ഒരു പാപം നിമിത്തമാണ്, അതായത് പാപമോചനം എന്ന കുമ്പസാരം എന്ന കൂദാശ നിഷേധിക്കപ്പെടുകയും നിഷേധിച്ചുകൊണ്ട് അവ പാടില്ലെന്നും പറഞ്ഞുകൊണ്ട് തങ്ങളുടെ പാപനിമിത്തമാണ് ഈ ജനത അവൻ്റെ പിടിയിൽ അമരുന്നത്. കാരണം അവർക്ക് പാപമോചനം ഇല്ല. നിരന്തരം ദഹനബലി മുടങ്ങിയെന്നാണ് ദാനിയേൽ പ്രവാചകൻ പറയുന്നത്. കണ്ടോ, ഇതെല്ലാം സംഭവിക്കുന്ന കാര്യങ്ങൾ മുന്നേ പറഞ്ഞിരിക്കുകയാണ്. അതാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത്. ഈ കൂട്ടായ്മ, ഒന്ന് പാപത്താലാണ് ഈ കൂട്ടായ്മ ഉള്ളത്, പാപമോചനം ഇല്ല. 2, നിരന്തര ദഹനബലി മുടക്കം, അവിടെ ബലി കുർബാന അർപ്പണം ഇല്ല. സത്യം നിലത്ത് വലിച്ചെറിയപ്പെട്ടെന്നാണ് പറയുന്നത്. 25-ാമത്തെ വചനം പറയുന്നു, കൗശലം കൊണ്ട് വഞ്ചന നിറഞ്ഞ മാർഗങ്ങളിൽ അവൻ വിജയിക്കും, രാജാതിരാജനെതിരെ പോലും അവൻ പൊരുതും. ആരാണ്? ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഉയർന്നു വരുന്ന ഈ വേജ ക്രിസ്തു. അതിനെക്കുറിച്ച് തന്നെയാണല്ലോ വചനം പറയുന്നത്. അല്ല നമ്മൾ സ്വയം എന്തെങ്കിലും ഊഹിച്ച് പറയുന്നില്ല, വചനം പറയുന്നതാണ്. അത് ദാനിയേലിനോട് ആത്മാവ് പറയുന്നു 10:1, വരാനിരിക്കുന്ന നാളുകളിൽ നിന്റെ ജനത്തിന് എന്ത് സംഭവിക്കുമെന്ന് നിന്നെ ഞാൻ ഗ്രഹിപ്പിക്കാം. ദർശനം ഭാവിയെ സംബന്ധിക്കുന്നതാണ്. ദാനിയേൽ 11, അവൻ മുന്നറിയിപ്പ് കൂടാതെ ചതിയിൽ രാജ്യം കരസ്ഥമാക്കും. അവൻ തൻ്റെ മുൻപ് നിന്ന് സൈന്യങ്ങളുടെ ഉടമ്പടിയുടെ പ്രഭുവിനെ പോലും തൂത്തുമാറ്റും. ആരാണ് ഈ സൈന്യങ്ങളുടെ ഉടമ്പടിയുടെ പ്രഭു? കർത്താവായ ഈശോ മിശിഹ അല്ലേ? കണ്ടോ, ഈ ദുഷ്ടാരൂപി വന്നിട്ട് ചതിയിൽ രാജ്യം കരസ്ഥമാക്കുമെന്നാണ് പറയുന്നത്. അതുകൂടാതെ അവൻ്റെ മുമ്പിൽ നിന്ന് സൈന്യങ്ങളുടെ ഉടമ്പടിയുടെ പ്രഭുവിനെ പോലും തൂത്തുമാറ്റും. 11:3 പറയണം, അവൻ്റെ സൈന്യം വന്ന് ദേവാലയവും കോട്ടയും അശുദ്ധമാക്കും. ഇവിടെയാണ് നമുക്ക് കൃപയുടെ ആവശ്യമിരിക്കുന്നത്. അവിടെ പറയാണ്, നിരന്തര ദഹനബലി നിരോധിക്കുകയും വിനാശത്തിൻ്റെ മ്ലേച്ഛ വിഗ്രഹം അവിടെ സ്ഥാപിക്കുകയും ചെയ്യും. കണ്ടോ, ഇവിടെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഈ പിശാചിൻ്റെ സൈന്യം വന്ന് ദേവാലയവും കോട്ടയും അശുദ്ധമാക്കും. 2, നിരന്തര ദഹനബലി നിരോധിക്കും, കുർബാന പാടില്ല. 1, ദേവാലയം കോട്ടയം അശുദ്ധമാക്കും, ബലിപീഠം അല്ലെങ്കിൽ സഭ അശുദ്ധമാണ്, സഭ പാടില്ല, സഭയുടെ ചട്ടങ്ങൾ, സഭയുടെ പ്രവൃത്തികൾ പാടില്ലെന്ന് പറഞ്ഞ് അതിനെ അശുദ്ധമാക്കും. അവർ അതരം കൊണ്ട് നിരന്തര ദഹനബലി നിരോധിക്കും അവർ. എന്നിട്ട് എന്ത് ചെയ്യും? വിനാശത്തിൻ്റെ മ്ലേച്ഛ വിഗ്രഹത്തെ അവരെ അവിടെ സ്ഥാപിക്കുന്ന വചനം ദാനിയേൽ പ്രവാചകൻ വ്യക്തമായി പറഞ്ഞു വയ്ക്കുന്നത്. വീണ്ടും പറയണം, ഉടമ്പടി ലംഘിക്കുന്നവരെ, അതായത് കൽപ്പനകൾ ലംഘിച്ച് പാപമോചനം ഇല്ലാതെ പാപത്തിൽ അമർന്ന് കിടക്കുന്നവരെ അവൻ മുഖസ്തുതി കൊണ്ട് വഴിതെറ്റിക്കും. ഉടമ്പടി ലംഘിക്കുന്നവരെ അവൻ വഴിതെറ്റിക്കും. ഉണ്ട്, അതായത് പാപത്തിൽ കിടക്കുന്ന വ്യക്തികളെയാണ് അവൻ വഴിതെറ്റിക്കുന്നത്. പാപമോചനം കൊടുക്കാതെ അവരിൽ പ്രവർത്തിക്കുന്ന ക്രിസ്തു പാപമോചനം ഇല്ലാത്ത, കുമ്പസാരിക്കേണ്ട, കുർബാന സ്വീകരിക്കേണ്ട എന്ന് പഠിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യാജ ക്രിസ്തുവാണ്. ഈശോ അതല്ല പഠിപ്പിച്ചത്.
എൻ്റെ സ്വർഗസ്വനായ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നോ അവ മോചിക്കപ്പെട്ടിരിക്കും, നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. ഇത് ക്രിസ്തു ഭൂമിയിൽ ചെയ്ത കാര്യമാണ്. അതാണ് ഈശോ പറഞ്ഞത്, ഞാൻ എൻ്റെ സ്വർഗസ്വനായ എന്നെ അയച്ചതുപോലെ. ഈശോ എന്തൊക്കെയാണ് ചെയ്തത്? പാപമോചനം കൊടുത്തില്ലേ? കുർബാന സ്ഥാപിച്ചില്ലേ? ഈശോ വേണ്ട ഒരു കാര്യം പറഞ്ഞു, നിയമത്തെയോ പ്രവാചകനെയോ അസാധുവാക്കാനല്ല പൂർത്തിയാക്കാനാണ് ഞാൻ വന്നത്. അപ്പോൾ കുർബാന അത് ആദ്യമേ ഉണ്ടായിരുന്നു. ദഹനബലി, പാപമോചന ബലി, തിരുനാളുകൾ, ഇവയൊന്നും അസാധുവാക്കാനല്ല ക്രിസ്തു വന്നത്. അവയെല്ലാം ക്രിസ്തുവിലൂടെ പൂർത്തിയാക്കാനാണ് വന്നത്. എന്നാൽ അതിനെല്ലാം അസാധുവാക്കുവാനാണ് വ്യാജ ക്രിസ്തു ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ട്? ഈശോ പറയാണ് ഞാൻ അസാധുവാക്കാനല്ല പൂർത്തിയാക്കാനാണ് വന്നത്. ഈശോ തന്നെ അതിരം കൊണ്ട് പറയാണ്. എന്നാൽ അതിനെല്ലാം അസാധുവാക്കുന്ന മറ്റൊരു ക്രിസ്തു ഇവിടെ ഉയർന്നു നിന്നുകൊണ്ട് ഇതിനെല്ലാം അസാധുവാക്കിക്കൊണ്ട് ഒരു സഭ ഒരു ഗ്രൂപ്പിനെ നയിച്ചുകൊണ്ട് ഞാനാണ് ക്രിസ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഉടമ്പടിയുടെ പ്രഭുവിനെ പോലും തൂത്തുമാറ്റിക്കൊണ്ട് മുന്നേറുന്ന ഒരു സാഹചര്യം ഇന്ന് നമുക്ക് ലോകത്ത് കാണാൻ കഴിയും. വീണ്ടും വചനം പറയാണ്, എന്നാൽ തങ്ങളുടെ ദൈവത്തെ അറിയുന്നവർ ഉറച്ചു നിൽക്കും. കണ്ടോ, തങ്ങളുടെ ദൈവത്തെ, സത്യദൈവം, എന്നാൽ ശരിയായി എൻ്റെ ദൈവത്തെ അറിയാമെന്നുള്ളവർ ഉറച്ചു നിൽക്കുക. അപ്പം ഈ വരുന്നതും ഒരു ക്രിസ്തു ആണെന്ന് അത് അവിടെ തന്നെ വ്യക്തമാണ്. കണ്ടോ, ദൈവമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് വരുന്നത്. എന്നാൽ തങ്ങളുടെ ദൈവം ആരാണെന്ന് വ്യക്തത ഉള്ളവർക്ക് അവർ ഉറച്ചു നിൽക്കുമെന്നാണ് പറയുന്നത്. എന്നിട്ട് പറയണത് ജ്ഞാനികൾ ചിലർ പോലും വീഴുമെന്നാണ് പറയുന്നത്. കണ്ടോ, നമ്മളിന്ന് കാണുന്ന പല പ്രമുഖരായ ധ്യാന ഗുരുക്കന്മാർ ആര് തന്നെയായാലും പലരും വീടുമെന്നാണ് പരിശുദ്ധാത്മാവ് പറയുന്നത്. തിരിച്ചറിവ് കിട്ടാതെ വീടുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. അത് പരിശുദ്ധാത്മാവാണ് പറയുന്നത്. അത് സംഭവിക്കുക തന്നെ, അത് എത്ര വലിയ ഉന്നതനാണെങ്കിലും അത് സംഭവിക്കുക തന്നെ ചെയ്യും. ജ്ഞാനികൾ ചിലർ പോലും വീഴും. എന്നാൽ ചിലരൊക്കെ വീഴുമെങ്കിലും അനേകർക്ക് ഇത് അറിവ് പകരുകയും ചിലർ വീടും അവസാന ദിവസത്തേക്ക് ശുദ്ധീകരിക്കാനും ജനത്തെ വെന്മയുള്ളവരാക്കാനും ഇത് സഹായിക്കും. കണ്ടോ, ഇത് ചിലർക്ക് അറിവ് പകരും, തൻ്റെ ജനത്തെ വെന്മയുള്ളവരാക്കി മാറ്റുവാൻ ഇത് ഉപകരിക്കും എന്നാണ് പറയുന്നത്. ഒരുപാട് ജ്ഞാനികൾ വീഴും. എന്തിനു വേണ്ടിയാണ്? അവസാന ദിവസത്തേക്ക് ജനത്തെ ശുദ്ധീകരിക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് പറയണം, എന്നാൽ അന്തിമ ദിനം വരാനിരിക്കുന്നതേ ഉള്ളൂ. കണ്ടോ, എന്നാൽ അവസാനിക്കുന്നില്ല, എന്നാൽ അന്തിമ ദിനം വരാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു വെക്കുകയാണ്. തീർന്നിട്ടില്ല, ഈ കാണുന്നതൊന്നുമല്ല. ചിലർ വീഴും, ചിലർക്ക് അറിവ് പകരും. കാരണം എനിക്ക് കിട്ടിയ ഒരു അറിവാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് തിരിച്ചറിയേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഈ പെന്തക്കോസ്റ്റ് ഗാനങ്ങളാകട്ടെ, ഈ പെന്തക്കോസ്റ്റുകാരെ സപ്പോർട്ട് ചെയ്യും, എന്ത് അടിസ്ഥാനത്തിലാണ് ഈ ധ്യാന ഗുരുക്കന്മാരെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് അതും കൂടെ ഒന്ന് ചിന്തിക്കണേ. കാരണം പരിശുദ്ധാത്മാവ് നമുക്ക് ഒത്തിരി ധ്യാന കേന്ദ്രങ്ങളിലൂടെ പരിശുദ്ധാത്മാവ് പറയണം ഒത്തിരിയും ധരിക്കുക, ജപമാല, അമ്മ പറയണം ജപമാല ചൊല്ലുക. ഇതെല്ലാം അമ്മ ദർശനത്തിൽ വന്ന് പറയുകയാണ്. എന്തുകൊണ്ടാണ്? ദൈവജനത്തിന് ഇത് ആവശ്യമുള്ളത് കൊണ്ടാണ്. നമ്മൾ ഈ പറയാറുണ്ട്, വെള്ളം തീ കത്തുമ്പോൾ ജലം ഒഴിച്ചാൽ തീ അണയുമെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ഇത് ഉദാഹരണമാക്കിക്കൊണ്ട് ഒരു പുര കത്തുമ്പോൾ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് ഒഴിച്ചാൽ എങ്ങനെ ഇരിക്കും? അപ്പം കാലഘട്ടത്തെ നോക്കണം. കാലഘട്ടത്തിനനുസരിച്ച് നമുക്ക് വേണ്ട പ്രാർത്ഥനയുള്ള പരിശുദ്ധാത്മാവ് അനുദിനം നമുക്ക് നൽകും. കാരണം ഒരു പാപം പോലും ചെയ്യാതെ ജീവിക്കുന്ന ഈ ലോകത്ത് ആരുമില്ല. അപ്പം ഈ ഉടമ്പടിയുടെ വിശുദ്ധരെയും ഉടമ്പടിയുടെ ദൂതനെയും വിശുദ്ധരെയും എല്ലാം തള്ളി മാറ്റിക്കൊണ്ട് ഉയർന്നു വരുന്ന ഈ ക്രിസ്തു ആരാണെന്നുള്ള തിരിച്ചറിവ് സഭയിലായിരിക്കുന്ന എല്ലാവർക്കും ഉണ്ടാകണം. എല്ലാ പുരോഹിതരും, ധ്യാനഗുരുക്കന്മാരാകട്ടെ, ഇതിനെ അനുകരിക്കുന്നവരാകട്ടെ. ഈശോ പറഞ്ഞില്ലേ, നമുക്കെതിരെ ഇപ്പോൾ ഇടയ്ക്ക് ഒരു പ്രമുഖ പുരോഹിതൻ പെന്തക്കോസ്തുകാരെ സപ്പോർട്ട് ചെയ്തിട്ട് പറയുന്നതായിട്ട്, നമുക്ക് മറ്റ് സഭക്കാരോട് നമ്മൾ സഹകരിക്കാമോ? ആ ഒരു ഹെഡിങ് തന്നെ തെറ്റാണ്. മറ്റ് സഭ എന്ന് പറയുമ്പോൾ ഈശോ പറയുന്നത്, ഞാൻ എൻ്റെ സഭ സ്ഥാപിക്കുന്ന നരക കവാടങ്ങൾ പ്രബലപ്പെടില്ലെന്നാണ് പറഞ്ഞത്. അല്ലാതെ ഞാൻ എൻ്റെ സഭ സ്ഥാപിക്കുന്ന മറ്റ് സഭകൾ പ്രബലപ്പെടില്ലെന്നല്ല പറഞ്ഞത്. അപ്പോൾ ഈ കവാടങ്ങളാണ് ഇതൊക്കെ ഗ്രൂപ്പുകളാണ്. അല്ലാതെ ഇത് മറ്റ് സഭകളല്ല, ഇത് മറ്റ് ഗ്രൂപ്പുകളാണ്. സഭയിൽ നിന്നും തൻ്റെതായ അഭിപ്രായ വ്യത്യാസത്തിൽ വേർതിരിഞ്ഞു പോയ ഗ്രൂപ്പുകൾ മാത്രമാണിത്. അപ്പോൾ ഇതിൻ്റെ ക്ലാരിഫിക്കേഷൻ കൊടുക്കുന്നത് നമുക്ക് ഈശോ പറയണം, നമുക്കെതിരല്ലാത്തവൻ നമ്മുടെ പക്ഷത്താണ്. അപ്പോൾ എനിക്ക് പറയാനുള്ള, ഏത് പെന്തക്കോസ്ത് പാസ്റ്റേഴ്സാണ് കത്തോലിക്കർക്കെതിരല്ലാത്തത്? അവർ ഇന്നത്തെ കാലത്ത് പരിശുദ്ധ അമ്മയെ പോലും അവർ അംഗീകരിക്കുന്നുണ്ട്. എന്നാൽ അവരുടെ എയിം എന്താണെന്ന് അറിയാവോ? അവർക്കൊരൊറ്റ എയിമേ ഉള്ളൂ, വിജാതീയരെ ക്രിസ്തുവിലോട്ട് കൊണ്ടുവരാൻ. അതല്ല അവരുടെ മെയിൻ എയിം. ഞാൻ പലപ്പോഴും പറയുന്നുണ്ട്, ക്രിസ്തുവിനെയാണ് സുവിശേഷം. നിങ്ങൾക്ക് ക്രിസ്തുവാണ്, പെന്തക്കോസ്തുകാരുടെ ഞാൻ പലപ്പോഴൊക്കെ കാണാം, നിങ്ങൾ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ നിങ്ങൾക്ക് ക്രിസ്തുവാണ് നിങ്ങളുടെ എയിമെങ്കിൽ നിങ്ങൾ സുവിശേഷം പ്രസംഗിക്കുക. അല്ല, കത്തോലിക്ക വിശ്വാസികളെ വേർതിരിച്ച് കൊണ്ടുപോകാനാണ് നിങ്ങളുടെ ഉദ്ദേശമാണെങ്കിൽ അത് ഞാൻ ആ വ്യക്തിയോട് തന്നെ ഓപ്പണായിട്ട് ചോദിച്ചു, ചേട്ടാ നിങ്ങൾക്ക് ക്രിസ്തുവാണോ നിങ്ങളുടെ ഉദ്ദേശം? നിങ്ങൾ സുവിശേഷം പ്രസംഗിക്കുക. അല്ല, കത്തോലിക്കർ ഓൾറെഡി ക്രിസ്ത്യാനികളാണ്, പിന്നെ അവരുടെ ഇടയിൽ ഒന്ന് സുവിശേഷം പ്രസംഗിക്കേണ്ട കാര്യമില്ലല്ലോ. ഇപ്പോൾ നോക്കറിയാം, ഒരുപാട് കത്തോലിക്കരുടെ ഇടയിൽ നിന്ന് ബന്ധക്കോസ്തുകാരിന്ന് അങ്ങനെ സുവിശേഷം പ്രസംഗിക്കണം. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഈ സഹോദരങ്ങൾക്ക് ക്രിസ്തുവിന് ഒരാൾക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ കത്തോലിക്കർ എന്താ ക്രിസ്തുവിലല്ലേ ഇരിക്കുന്നത്? അപ്പോൾ അവരുടെ എയിം എന്താണ്? പുറമെ അവർ പറയും മദ്യപാനത്തിനെതിരെയാണ്, അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിനെതിരെയാണ്, ജനങ്ങളെ നേർവഴിയെ കൊണ്ടുപോകാനാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് അവരുടേതായ കുറച്ച് ചിട്ടകളിൽ ആദ്യം അവരാ പോയി നല്ലൊരു കുമ്പസാരം നടത്തി നേരെയാകേണ്ടത്. ഞാൻ വ്യക്തമായി പറയാണ്. അങ്ങനെ അപ്പം ഞാൻ ഈ വ്യക്തിയോട് ചോദിച്ചു, ചേട്ടാ നിങ്ങൾ ഇവിടെ ക്രിസ്ത്യാനികളെ ഉള്ളൂ, നിങ്ങൾ ഇവിടെ വെറുതെ സുവിശേഷം ചൊല്ലുക, നിങ്ങൾ വിജാതിയുടെ ഇടയിൽ ക്രിസ്തുവാണ് നിങ്ങളുടെ ലക്ഷ്യം, നിങ്ങൾ സുവിശേഷം വിജാതിയുടെ ഇടയിൽ ചൊല്ലുക. അങ്ങനെ ഞാൻ സംസാരിച്ച് പറഞ്ഞു വിടേണ്ട അവസ്ഥയൊക്കെ വന്നിട്ടുണ്ട് ഇന്നത്തെ സാഹചര്യങ്ങളിൽ. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഇത് വേദ ക്രിസ്തുവാണെന്നുള്ള വ്യക്തത എനിക്കുള്ളത് കൊണ്ടാണ്. കാരണം ഇവരോട് പറഞ്ഞിട്ട് ഈ തിന്മ ഇവിടെ നിന്ന് വിട്ടുപോയാൽ മാത്രമേ അവർക്ക്, അതാണ് എൻ്റെ സ്വർഗസ്വനായ പിതാവ് ആകർഷിച്ചാൽ അല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരുവാൻ കഴിയില്ല. അതിനൊരു കൃപ വേണം. ദൈവപിതാവിൻ്റെ ആകർഷണം ഇല്ലാതെ കർത്താവ് ഈശോ മിശിഹായുടെ പക്കൽ പരിശുദ്ധ അമ്മ സകല തലമുറകളെ എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കപ്പെടും. ഈ തലമുറയിൽ വരണം എന്നുണ്ടെങ്കിൽ
ആ തലമുറയിൽ വന്നവരെല്ലാവരും ഇന്ന് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്ന പ്രാർത്ഥന മുടങ്ങാതെ ചൊല്ലുന്നുണ്ട്. കാരണം അത് ദൈവപിതാവിനാൽ പ്രവചിക്കപ്പെട്ട സംഭവമാണ്. പ്രവചിക്കപ്പെട്ടതെല്ലാം നിറവേറണമല്ലോ. അത് ഏത് വിശുദ്ധനെ കുറിച്ച് പറഞ്ഞാലും. ഇപ്പം നമുക്കറിയാം, മലമുകളിൽ ഈശോയെ കാണാൻ വേണ്ടി മോശ വരുന്നുണ്ടേ സ്വർഗത്തുനിന്ന്. നിങ്ങൾക്ക് വചനം വായിക്കും പറയാം. അപ്പം ഞാൻ ചോദിക്കുന്നത്, മോശ സ്വർഗം, അതായത് കാനാൻ ദേശം നിരസിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് മോശ. അങ്ങനെയുള്ള മോശ സ്വർഗത്തിൽ നിന്നുകൊണ്ട് ഈശോയെ കാണാൻ വരുന്നുണ്ടെങ്കിൽ, സ്വർഗം തന്നെ നിനക്ക് വെളിപ്പെടുത്തി തന്ന കർത്താവ് ഈശോ മിശിഹായ്ക്ക് ജന്മം കൊടുത്ത ആ പരിശുദ്ധിയുടെ ഉറവിടമായ പരിശുദ്ധ അമ്മ തൻ്റെ ദൈവജനത്തെ വഴി നടത്താൻ എന്തുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് വരാൻ പാടില്ല? ഇവൻ എൻ്റെ പുത്രനാണെന്ന് സാക്ഷ്യപ്പെടുത്താൻ മോശയ്ക്ക് വരാമെങ്കിൽ, ആ പുത്രന് ജന്മം കൊടുത്ത നീ ഇന്ന് പ്രസംഗിക്കുന്ന ക്രിസ്തു ആയതിന് ഞാൻ പല പരിശുദ്ധ അമ്മ ദർശനത്തിൽ പറഞ്ഞൊരു കാര്യം പറയാറുണ്ട്. ദൈവത്തിൽ നിന്ന് ദൈവത്വം സ്വീകരിച്ചതുപോലെ പരിശുദ്ധ അമ്മയിൽ നിന്നും ഈശോ മനുഷ്യത്വം സ്വീകരിച്ചു. ആ മനുഷ്യത്വമാണ് കുരിശിൽ മരിക്കപ്പെട്ടത്. കുരിശിൽ നിനക്ക് വേണ്ടി ചോര ചിന്തിയത് ആ മനുഷ്യത്വമാണ്. നിന്റെ പാപങ്ങൾക്ക് പരിഹാരമായത് ആ മനുഷ്യത്വമാണ്. അതാരിൽ നിന്നാണ്? പരിശുദ്ധ അമ്മയിൽ നിന്നാണ് ദൈവം സജ്ജമാക്കിയത്. ആ സ്വർഗത്തിൽ ആ പരിശുദ്ധ അമ്മയ്ക്ക് തൻ്റെ പുത്രൻ്റെ മക്കളെ, തൻ്റെ ജനത്തെ ദൈവം സ്ഥാപിച്ച ആ സഭയിൽ ദൈവത്തിൻ്റെ മക്കളെ വഴി നടത്താൻ വേണ്ടി, സാക്ഷ്യം നൽകാൻ വേണ്ടി, ഇതല്ല മകനെ വഴി, ഇതിലേ പോകുക എന്ന് വരാൻ പാടില്ലെന്ന് പറയാൻ വേണ്ടി, അത്രയ്ക്കും അതിനേക്കാളും വിശുദ്ധരാണോ നിങ്ങൾ? ഞാൻ ചോദിക്കുന്നത്, പെന്തക്കോസ്തുകാർ എന്തിനാ സുവിശേഷം പ്രസംഗിക്കുന്നത്? ക്രിസ്തു ഏക രക്ഷകനാണെന്ന് പഠിപ്പിക്കാനല്ലേ? അതേ ക്രിസ്തു ഏക രക്ഷകനാണെന്ന് പഠിപ്പിക്കാൻ പരിശുദ്ധ അമ്മയെക്കാളും യോഗ്യത ഉള്ളവരാണോ ഞാനും നീയും? ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ഇതാ പറയുന്നത്, അതാണ് പറഞ്ഞത്, സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് ആകർഷിച്ചാൽ അല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരാൻ കഴിയില്ല. അപ്പം ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, സ്ത്രീ പുത്രനെ പ്രസവിച്ചപ്പോൾ പുത്രനെ അന്വേഷിച്ചല്ല, പുത്രനെ പ്രസവിച്ച സ്ത്രീയെ അന്വേഷിച്ചാണ് പുറപ്പെട്ടത്. അപ്പോൾ ആദ്യം മുതലുള്ള വചനങ്ങൾ എടുക്കുമ്പോൾ അറിയാം പിശാചിൻ്റെ സ്വഭാവം. അപ്പോൾ ബലത്തിൽ നിന്നും വൃക്ഷത്തെ തിരിച്ചറിയുക. ഇത് ഒത്തിരി പേർക്ക്, ഒത്തിരിയല്ലോ, 2 പേർക്ക്, 1 പേർക്ക്, കുറച്ച് പേർക്കെങ്കിലും അറിവ് നൽകുന്നെങ്കിൽ അത് അത്ര ഉപകാരപ്പെടട്ടെ എന്ന് കരുതിയിട്ടാണ് ഈ ഒരു ഓഡിയോ ഞാൻ ചെയ്യുന്നത്. ഇത് നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. സൂക്ഷിച്ചുകൊള്ളുക, ഈ വേജാത്മാക്കളെ സൂക്ഷിച്ചുകൊള്ളുക. അങ്ങനെ പറയാനൊക്കെ ഉള്ളൂ. ഒത്തിരി പേര് ഇതുപോലെ വഴിതെറ്റി പോകുന്നുണ്ട്, പുരോഹിതരുൾപ്പെടെ. ഞാൻ പറയും, ഈ വഴിതെറ്റി പോകുന്നവരെ ഒന്ന് മാത്രം നിങ്ങൾ ചിന്തിച്ചുകൊള്ളുക. ഒന്നുകിൽ അവർ പ്രമാണ ലംഘനത്തിൽ പാപം മോചനം കിട്ടാതെ, അവരുടെ പാപത്തിൽ നിന്ന് അവർക്ക് വിടുതൽ കിട്ടാതെ വരുമ്പോഴാണ്, അല്ലെങ്കിൽ അവരതിൽ നിന്നും വിടുതൽ ആഗ്രഹിക്കാതെ വരും, അല്ലെങ്കിൽ തിന്മ ഒരു പാപത്തിൽ ഒരു വ്യക്തി വീണ് കഴിയുമ്പോൾ എഴുന്നേൽക്ക് സഹായിക്കാൻ ആരില്ലാതെ അതൊരു പാപത്തിലായി കഴിയുമ്പോൾ പിശാച് അവർ അടിച്ച് കൊണ്ടുപോകുന്നതാണ്. അങ്ങനെ ഒരു സാഹചര്യമാണത്. അതൊരു ഒരു 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 അവസ്ഥയാണത്. അപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരുടെ കണ്ണുകൾ തുറക്കപ്പെടാൻ പ്രാർത്ഥിക്കുക. ഒരുപാട് പുരോഹിതർ, കന്യാസ്ത്രീകളെല്ലാം വെറുപ്പോടുകൂടെ മാറിപ്പോകണം. വെറുപ്പ്, അവരുടെ ഉള്ളിൽ പിശാചിൻ്റെ സ്വഭാവം എന്താ? വെറുപ്പാണ്. ഇതാണ് അവരെ പിടികൂടുന്നത്. അപ്പോൾ അവർക്ക് സഭ കണ്ണ് കാണില്ല, പരിശുദ്ധ ബലിപീഠം കാണില്ല, കൂദാശ ഈശോ സ്ഥാപിച്ച കുമ്പസാരം എന്ന പാപമോചന കൂദാശ അവർക്ക് കാണില്ല. കാരണം പിശാചിനെ അവർ എങ്ങനെയും നരകത്തിൽ കൊണ്ടുപോകണം. അത് തന്നെയാണ് അവൻ്റെ ഉദ്ദേശം. ആര് തന്നെയാണ് പിശാചിൻ്റെ ഒറ്റ ഉദ്ദേശമുള്ളൂ, ഒരു ആത്മാവിനെ എങ്ങനെ നരകത്തിൽ കൊണ്ടുപോകും. അതിനവൻ ഏത് കുറുക്ക് വഴി ഉപയോഗിക്കും, ഏത് മാലാഹയുടെ വേഷം ധരിച്ചു വരും. അതുകൊണ്ട് സൂക്ഷിക്കുക. അങ്ങനെ ആ ദുഷ്ടാരൂപിനെ ആരാധിക്കുന്ന രീതിയിൽ ദൈവജനം പോകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. ആമേൻ.